എൻ്റെ ടോപ്പിക്ക് ബെർണോളി നമ്പർ ആൻഡ് ബെർണോളി പോളിനോമിയൽസ്. അപ്പം ബെർണോളി നമ്പർ എന്താണെന്ന് നോക്കാദ്യം. അപ്പോൾ ബെർണോളി നമ്പർ Pn ഈസ് എ സീക്വൻസ് ഓഫ് സൈൻഡ് റാഷണൽ നമ്പർ ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. ബെർണോളി നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് Bn ഈസ് എ സീക്വൻസ് ഓഫ് സൈൻഡ് റാഷണൽ നമ്പർ ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 is equal to സിഗ്മ n equal to 0 to infinity Bn x raised to n by n factorial. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് Bn കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ we have to get Bn, we have to differentiate this equation repeatedly and setting x is equal to 0. Then we get Bn equal to limit x tends to 0 d raised to n by dx raised to n into x by e raised to x minus 1 എന്ന് കിട്ടും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് n equal to 0 1 2 എന്നിട്ട് കൊടുത്താൽ നമുക്ക് B0 B1 B2 കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. അപ്പോൾ ബെർണോളി നമ്പർ ആർ യൂസ്ഡ് ഇൻ ദ സീരീസ് എക്സ്പാൻഷൻ ഫംഗ്ഷൻ ആൻഡ് ആർ യൂസ്ഡ് ഇൻ നമ്പർ തിയറി ആൻഡ് അനാലിസിസ്. അപ്പോൾ ബെർണോളി നമ്പർ ഉപയോഗിക്കുന്നത് സീരീസ് എക്സ്പാൻഷൻ ഫംഗ്ഷനിലും ആൻഡ് ആർ യൂസ്ഡ് ഇൻ നമ്പർ തിയറി ആൻഡ് അനാലിസിസ്. അപ്പം നെക്സ്റ്റ് ഇഫ് വി give n equal to 0 കൊടുത്താൽ B0 is equal to limit x tends to 0 d raised to 0 by dx raised to 0. അപ്പോൾ 1 ആണ്. അപ്പോൾ ലിമിറ്റ് x tends to 0 x by e raised to x minus 1 എന്ന് വരും. അപ്പോൾ എക്സിന് ലിമിറ്റ് കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ പിന്നെ 0 by e raised to 0 minus 1, അതായത് 1 മൈനസ് 1 എന്ന് വരും ഡിനോമിനേറ്ററിൽ. അപ്പം 0 by 0 അത് അൺഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്പിത്താൾ റൂള് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലാപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ മേലെയും താലും ഡെറിവേറ്റീവ് എടുക്കാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by e raised to x minus 1 ഉണ്ട് e raised to x. അപ്പം ലിമിറ്റ് x tends to 0 1 by e raised to x എന്ന് കിട്ടും. അതിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ B0 is equal to 1 by e raised to 0, അതായത് 1 by 1 is equal to 1 എന്ന് കിട്ടും. അപ്പോൾ B0 is equal to 1 എന്ന് കിട്ടും. ദെൻ B1 n equal to 1 കൊടുത്താൽ ലിമിറ്റ് x tends to 0 d by dx of x by e raised to x minus 1 വരും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം x by e raised to x minus 1. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 0 സെക്കൻഡ് ഫംഗ്ഷൻ e raised to x minus 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e raised to x minus 1, അതിൻ്റെ ഡെറിവേറ്റീവ് e raised to x ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ്റെ സ്ക്വയറാണ് വരിക. അപ്പോൾ e raised to x minus 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പം വി ഗെറ്റ് ലിമിറ്റ് x tends to 0 e raised to x minus 1 മൈനസ് x e raised to x. അപ്പോൾ അതിൽ നിന്ന് e raised to xനെ പുറത്തേക്ക് എടുത്താൽ e raised to x ലിമിറ്റ് x tends to 0 e raised to x ഇൻറ്റു 1 മൈനസ് x മൈനസ് 1 ബൈ e raised to x minus 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ പിന്നെ വി ഗെറ്റ് e raised to 0 ഇൻറ്റു 1 മൈനസ് 0 മൈനസ് 1. അപ്പം e raised to 0 എന്ന് പറയുന്നത് 1 മൈനസ് 1 ബൈ 1 മൈനസ് 1 എന്ന് വരും. അപ്പോൾ 0 by 0 വീണ്ടും നേരത്തെ അതേ കണ്ടീഷൻ വരും. അപ്പോൾ ലാപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം മേലെയും താഴെയും ഡെറിവേറ്റീവ് എടുക്കണം. അപ്പം ഡെറിവേറ്റീവ് എടുത്താൽ ലിമിറ്റ് x tends to 0 e raised to x e raised to x minus x e raised to x minus e raised to x by 2 ഇൻറ്റു e raised to x minus 1 ഇൻറ്റു e raised to x എന്ന് കിട്ടും ഡെറിവേറ്റീവ് എടുത്താൽ. അപ്പം അതിൽ നിന്ന് e raised to x രണ്ടും ക്യാൻസലായി പോകും. ബാക്കി വരുന്നത് ലിമിറ്റ് x tends to 0 മൈനസ് x e raised to x ബൈ 2 e raised to x ഇൻറ്റു e raised to x minus 1 എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ അവിടെ കിട്ടുന്നത് എക്സിന് 0 കൊടുക്കുമായിരുന്നു. അപ്പം 0 ബൈ e raised to 0 2 ഇൻറ്റു e raised to 0 ഇൻറ്റു e raised to 0 മൈനസ് 1 raised to 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 0. അപ്പോൾ 0 by 0 കണ്ടീഷൻ ആദ്യം വരും. വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. ലിമിറ്റ് x tends to 0
അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മൈനസ് ഓഫ് തന്നെ ഇവിടെ കാണാൻ പറ്റും മൈനസ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ബൈ 2 ഇൻറ്റു 2 ഇ റേസ് ടു 2 എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്താൽ എങ്ങനെ കിട്ടും? എക്സിന് 0 കൊടുത്ത്, അപ്പം ഫസ്റ്റത്തെ ടേം എക്സ് ഇ റേസ് ടു എക്സ് 0 പ്ലസ് ഇ റേസ് ടു 0 1, അപ്പോൾ -1 മേലെ ഉണ്ടാവും, താഴെ 2 ഇൻറ്റു 2 ഇ റേസ് ടു 2x, അപ്പം ഇ റേസ് ടു 0 എക്സ് 0 ആകുമ്പോൾ ഇ റേസ് ടു 0, അപ്പോൾ 2 ഇൻറ്റു 1 മൈനസ് 1, അപ്പം 2 മൈനസ് 1 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 മൈനസ് 1 വരും, അപ്പോൾ 1, അപ്പം 2 ഇൻറ്റു 1 2 തന്നെ, അപ്പം മേലെ -1/2 എന്ന് കിട്ടും. അപ്പോൾ B1 ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. അപ്പോൾ സിമിലർ ഇതുപോലെ തന്നെ നമ്മൾ n-ന് 2 3 4 അങ്ങനെ കൊടുത്താൽ നമുക്ക് സിമിലർ വാല്യൂ കിട്ടാം. B2 ഈക്വൽ ടു 1/6, B4 ഈക്വൽ ടു -1/30, B6 ഈക്വൽ ടു 1/42 ആൻഡ് B8 ഈക്വൽ ടു -1/30. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് അങ്ങനെ കിട്ടും. പക്ഷേ B2n + 1 ഇസ് ഈക്വൽ ടു 0 ഫോർ എവറി n, അതായത് B3 B5 B7 B9 ഇതൊക്കെ 0 ആയിരിക്കും. അപ്പം ഇതാണ് ബെർണോളി നമ്പർ. എത്രയാണ് ബെർണോളി നമ്പർ ഉള്ളത്. നെക്സ്റ്റ് ബെർണോളി പോളിനോമിയൽ. ബെർണോളി പോളിനോമിയൽ Bn of S is defined as, അപ്പോൾ അതിൻ്റെ ബെർണോളി പോളിനോമിയൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ is defined as x e raised to x in x s by e raised to x minus 1 is equal to sigma n equal to 0 to infinity Bn of S into x raised to n by n factorial എന്ന് കിട്ടും. അപ്പം if n s is equal to 0 ആകുമ്പം Bn of 0 കൊടുത്താൽ നമുക്ക് ഇപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 0 ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്നാവും. അതെന്ന് പറയുന്നത് എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 നമുക്ക് നേരത്തെ പിന്നെ ബെർണോളി നമ്പർ കിട്ടും. എക്സ് അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ആ ഫോമിൽ കിട്ടും. ഇഫ് എസ് ഇസ് ഈക്വൽ ടു 0, അത് Bn at 0 ആണെങ്കിൽ the Bernoulli polynomial evaluated at 0 is equal to the corresponding Bernoulli number, അതായത് Bn at 0 is equal to Bernoulli നമ്പർ ആണെന്ന്. അപ്പം if n equal to 0, B0 of x എന്ന് പറയുന്നത് 1 ആയിരിക്കും, B1 of x എന്ന് പറയുന്നത് x മൈനസ് 1/2, അങ്ങനെ ഓരോ വാല്യൂ കൊടുത്താൽ കറസ്പോണ്ടിങ് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ B1 of x x മൈനസ് 1/2, B2 of x x മൈനസ് x പ്ലസ് 1/2 അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ബെർണോളി പോളിനോമിയൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് d/ds ഓഫ് ds into Bn of s is equal to n Bn minus 1 of s. and second property ആണ് Bn of 1 is equal to minus 1 raised to n Bn at 0. അപ്പം Bn of 1 എന്ന് പറയുന്നത് ഇവിടെ എസ്സിന് 1 കൊടുക്കും, അപ്പം എക്സ് ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്നുള്ള ഫോമിലായിരിക്കും ഉണ്ടാവുക. അതെന്ന് പറയുന്നത് -1 റേസ് ടു n ഇൻറ്റു Bn at 0 ആയിരിക്കും. Bn at 0 എന്ന് പറയുന്നത് ബെർണോളി നമ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ആണ് അതിൻ്റെ -1 റേസ് ടു n. അതിൻ്റെ പിന്നെ B1 ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും കിട്ടുകയെന്നാണ് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പം ദീസ് പ്രോപ്പർട്ടീസ് ആർ യൂസ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓയിലർ മാക്ലോറിൻ ഫോർമുല. ഈ രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നതാണ് ഓയിലർ മാക്ലോറിൻ യൂസ് ചെയ്തിട്ടാണ് ഓയിലർ മാക്ലോറിൻ ഫോർമുല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളത് ബെർണോളി നമ്പർ ആൻഡ് ബെർണോളി പോളിനോമിയൽ.